ഹലോ ഫ്രണ്ട്സ്, ഇനി പാൽ കവർ കളയണ്ട കേട്ടോ. നിങ്ങൾക്ക് കൈ വേദനിക്കാണ്ട് ഒട്ടും മാവ് വേസ്റ്റ് ആവാതെ നിങ്ങൾക്ക് ഇടിയപ്പം വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ചെറുനാരങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിലൊരല്പം വെളിച്ചെണ്ണ എടുക്കുക. രണ്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ഒരല്പം മതി. എന്നിട്ട് രണ്ട് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഈ ചെറുനാരങ്ങേനെ മുഴുവനായിട്ടൊന്ന് ഈ എണ്ണ പുരട്ടിയെടുക്കുക. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ എല്ലാ ഭാഗത്തും എണ്ണ വരുന്ന രീതിയിൽ ലെമണിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ട് നേരെ കിടക്കാത്ത രീതിയിൽ നമ്മൾ കവർ കൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം ചെറുനാരങ്ങ കേടുവരാതെ ഇരിക്കും കേട്ടോ. നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് ഇതുപോലെ കറ വന്നിട്ടുണ്ടോ? അത് നമുക്ക് ഒരു സോപ്പും വേണ്ട, നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് മാത്രം മതി കേട്ടോ. ഈ ഉപ്പ് വെച്ചിട്ട് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് കുക്കറിൻ്റെ മുകളിലേക്ക് ഞാനിതാ കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊടിയുപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഈ കറ കളഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ ചെറിയൊരു സ്ക്രബ്ബർ, ഇതൊരു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബറാണ്. എന്നിട്ട് ഇതുപോലെ ഉരച്ച് കൊടുക്കുന്ന ഇതാക്കണ്ട, പതുക്കെ ഒന്ന് ഉരയ്ക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തന്നെ നന്നായിട്ട് ആ കറയെല്ലാം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നോക്കി ഒന്ന് പതുക്കെ ഉരയ്ക്കുന്ന സമയത്തിന് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റു ലിക്വിഡുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഉപ്പിൻ്റെ പൊടി മാത്രം മതി. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഒന്ന് തുടച്ച് കാണിച്ചു തരാം. ഈ ഉപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കുക്കറിൻ്റെ സൈഡിലുള്ള കറകളൊന്നും നമ്മളിത് വെച്ച് തുടച്ചിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയൊന്ന് വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ. അടുത്ത ടിപ്സ് നോക്കാം. അതിനായിട്ട് ഒരു പേരക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. തളിര ഇലയാണ് കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 കല്ല് ഉപ്പ് അതിൽ വെച്ച് കൊടുക്കുക. കല്ലുപ്പ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ കല്ലുപ്പിൻ്റെ കൂടെ പിന്നെ 2-3 കുരുമുളക് കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ രാവിലെ അത് ചവച്ചിട്ട് അതിൻ്റെ നീര് കഴിക്കുക. അതിൻ്റെ ഇലയുടെ ചണ്ടി കഴിക്കണ്ട, അതിൻ്റെ നീര് മാത്രം കഴിക്കുക. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയിലുള്ള എല്ലാ പഴുപ്പ് പോകാനും വായുനാറ്റം ഇല്ലാതാക്കാനും നമ്മുടെ തൊണ്ടവേദന ഇല്ലാതാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പേരയിൽ വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്സാണ്, നല്ല തളിരില എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഇല നമ്മളുണ്ട് തളിരില തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഇതൊരു 10 മിനിറ്റ് അങ്ങനെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് അതിൽ കളർ ചേഞ്ച് ആവും. ഈ ഒരു പച്ച കളർ മാറിയിട്ട് കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ കളറിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ മാറ്റം വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദിവസവും രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ മഴയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പായി അപ്പോൾ നമ്മൾ വീടിനകത്തും കൂടി സോക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ തറയിൻ്റെ ചിലപ്പോൾ ടൈൽസ് ആയിരിക്കാം, മാർബിളായിരിക്കാം. ഇതിൻ്റെയൊക്കെ തണുപ്പും അതിൻ്റെയൊക്കെ ഒരു മിനുസും കാരണം നമ്മൾ ഈ സോക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് തെന്നി വീഴാനൊക്കെ ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന സോക്സിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ഡോട്ടായിട്ടായാലും അത് എങ്ങനത്തെ ഡിസൈൻ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആ ഗ്ലൂ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത തവണ വാഷ് ചെയ്യുന്നത് വരെ അതിലുണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തതിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന സമയത്ത് നല്ലതുപോലെ ഗ്രിപ്പ് കിട്ടും. നമുക്ക് ഒരു ചപ്പലിട്ട് നടക്കുന്നതിനേക്കാളും സേഫ് ആയിരിക്കും കേട്ടോ. വീടിനകത്ത് നിങ്ങൾ സോക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യൂ. മറ്റൊരു യൂസ്ഫുൾ ടിപ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുരുമുളകാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരേ ഒരു കുരുമുളക് ഉണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരുടെയും മൂക്കടപ്പും ജലദോഷം മാറുന്നതിന് നല്ലൊരു ടിപ്സാണ്. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ഒരു ചെറിയ പിന്നാണ് കേട്ടോ. സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. ഈ കുരുമുളകിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക.
എന്നിട്ട് അതൊന്ന് തീയിൽ കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കത്തുകയും പിന്നെ നമ്മളൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ അതൊന്ന് പുക വരും കേട്ടോ. അപ്പോൾ ഈ പുക കെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും അതൊന്ന് പുക വന്നിട്ടേ ഇരിക്കും. ഈ ഒരു പുക നമ്മൾ ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മൂക്കടപ്പില്ലാതാക്കാനും തൊണ്ടയിലുള്ള ഈ ഒരു അരിപ്പുണ്ടാവുമല്ലോ ചുമയ്ക്കുന്ന സമയത്തുള്ള ആ അരിപ്പെല്ലാം ഇല്ലാതാക്കാൻ ഈ ഒരു പുക കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങളിത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലം തണുപ്പ് സീസണൊക്കെ സമയത്ത് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തിയുടെ മൂർച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് മൂർച്ച കൂട്ടുന്നതിനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഒരു സാൻഡിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൽ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഉരയ്ക്കുന്ന സമയത്ത് ഒരേ ഭാഗത്തേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഭാഗത്ത് തേക്കുന്ന സമയത്ത് അത് അതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് തന്നെ തേക്കാം. ഇനി അപ്പുറത്തെ ഭാഗത്താക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തേക്കാം. ഞാൻ കത്തിയുടെ മൂർച്ച കൂട്ടുന്ന ഒരുപാട് ടിപ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത്. നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഒരു സാൻഡ് പേപ്പർ ഉണ്ട് വെച്ചാൽ ഈസി ആയിട്ട് അത് ഒരു റിസ്ക്കും ഇല്ലാണ്ട് നിങ്ങൾക്ക് കത്തി നന്നായിട്ട് മൂർച്ചയാക്കി എടുക്കാം. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും കൈ വേദനിക്കാണ്ട് ഇടിയപ്പത്തിൻ്റെ അച്ചില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് വേണ്ടത് നമ്മുടെ പാലിൻ്റെ കവറാണ് കേട്ടോ. പാൽ കവറാകുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുണ്ടാവും, കുറച്ച് നല്ല സ്ട്രോങ് ആയിരിക്കും. നോർമലി ഒരു പ്ലാസ്റ്റിക് കവറിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് തന്നെ എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ഈ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തു കൂടെ അതിൻ്റെ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. കവറിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് കവറിനകത്ത് മാവൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സ്മൂത്തായിട്ട് അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇടിയപ്പത്തിൻ്റെ നൂല് നല്ല സ്മൂത്തായി കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കവറിനകത്ത് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മാവ്, നല്ല സോഫ്റ്റായിരിക്കണം കേട്ടോ മാവ്. നന്നായിട്ട് എന്താ പറയുക, നല്ല സോഫ്റ്റാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം കിട്ടും. അപ്പോൾ ഞാൻ 2 പാർട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഈ കവറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മാവ് ഫില്ല് ചെയ്തിട്ടുള്ള കവർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റബ്ബർ ബാൻഡ് ഒന്നും ഇട്ടിട്ടില്ല, കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിരിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഞാനൊരു നല്ലൊരു നീഡിൽ എടുത്തിട്ട് നല്ല വൃത്തിയുള്ള നീഡിൽ വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. കവറിൻ്റെ ഈ ഒരു ഭാഗത്തു കൂടെ ആയിട്ട് ഇതുപോലെ ഒരു 2 ലൈൻ ആയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കാം. കവറിൽ ഫില്ല് ചെയ്തിട്ടുള്ള മാവ് ഇനി നമുക്കിതാ ഈ ഒരു ഇലയിലേക്ക് ഇതുപോലെ നമ്മൾ മുകളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചത് ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ ഈസി ആയിട്ട് ആ മാവ് പുറത്തേക്ക് വരുന്നതാണ്. കണ്ടോ, ഞാൻ ആദ്യം ഒരു ചെറുതുണ്ടാക്കി പിന്നെ ഞാൻ പ്ലേറ്റിൽ മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുത്തു. കൈ ഒട്ടും വേദനിക്കാതെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചില്ലാതെ തന്നെ ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.